എന്നിട്ട് ഇങ്ങനെ ഓതുകയാണ്, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ ഒരു അവസ്ഥ ലഭിക്കാനാണ് അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത്. ഇങ്ങനെ ഒരു അവസ്ഥ വരാനാണ്. എങ്ങനെ? നോമ്പുകാരനായിട്ട് മരിക്കുക, നോമ്പുകാരനായിട്ട് മരിക്കുക. നമ്മൾ അത് ആഗ്രഹിക്കുന്നു. ചില പറയും കടലിലും വിമാനത്തിൽ മരിക്കാൻ എനിക്ക് പ്രശ്നമില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല, കപ്പൽ മുങ്ങിയിട്ടാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളം കുടിച്ച് മരിക്കാലോ. അങ്ങനെ ഒരു തമാശ പറഞ്ഞതായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെയല്ല, നോമ്പുകാരനായിട്ട് നോമ്പിന്റെ അവസ്ഥയിലങ്ങ് മരിച്ചു കിട്ടുക, അതൊരു സൗഭാഗ്യമാണ്. അവര് പറഞ്ഞു, ഇതിനാണല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് മോനെ എനിക്ക് വെള്ളം തരല്ലേ, നോമ്പുകാരനായി മരിക്കാൻ എന്റെ ദുആയുണ്ട് എന്ന് ഇബ്രാഹിം ഇബ്നു ഹാനി റളിയല്ലാഹു തആല എന്ന് ഉടനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫമാത്. മഗ്രിബിന്റെ മുമ്പ് അവർ മരിക്കുകയും ചെയ്തു, നോമ്പുകാരനായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ഇബാദത്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു ആ അവസ്ഥയിലാണ് നമ്മളെ മരിപ്പിക്കുക. നിസ്കാരം എങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, നിസ്കാരത്തിലായിരിക്കും മരിക്കുക. ഇപ്പൊ അടുത്ത സമയത്താണ് സൗദി അറേബ്യയിലെ റിയാദില് ഒരു സഹോദരി നിസ്കരിക്കുന്നതിനിടയിൽ സുജൂദിന്റെ പൊസിഷനിൽ അങ്ങനെ ആയിപ്പോയി, എഴുന്നേക്കാൻ പറ്റുന്നില്ല. 80 വയസ്സ് ആയ സമയത്ത്. അതിന് മുമ്പൊക്കെ അവര് പല ഈപത്തിനൊക്കെ ഇങ്ങനെ പറയുന്ന സംഘത്തിന്റെ കൂടെയായിരുന്നു. പിന്നെ ആ സഹോദരിക്ക് വലിയ മാറ്റം തോന്നി, ഞാൻ എന്തിനായി സമയം കളയുന്നത്. പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തരെ, അവളുടെ സാരി, അവളുടെ പർദ്ദ, അവളുടെ വള, അവളുടെ വാച്ച്, അവളുടെ ആ മോതിരം, അവളുടെ അതൊക്കെ എന്തിരിക്കാൻ നിങ്ങളെ വെസ്പെറ്റ് മാറൂല്ല, അതുകൊണ്ടിട്ടൊരു കാര്യം കിട്ടൂല, പിന്നെ എന്തിനൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവർ വിചാരിച്ചു, റബ്ബേ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ അല്ലാഹുവിനെ ഓർക്കട്ടെ, സമയമായില്ലേ എന്ന് നിസ്കാരത്തിലേക്ക് അവർ ശ്രദ്ധ വന്നു. അങ്ങനെ നിസ്കാരം വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ സുജൂദിൽ കടന്നപ്പോഴാണ് മഹദിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഒരു മോനാണുള്ളത്, മോൻ ഉമ്മയെ വല്ലാതെ നോക്കിയിരുന്ന മോനാണ്. മോനെ വിളിച്ചു, മോനെ. മോൻ ഓടി വന്നു, ഉമ്മാക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മോനെ. മോൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞു, എന്താണ് ഉമ്മാക്ക് സംഭവിച്ചതെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഉമ്മയെ നിവർത്താൻ കഴിയില്ല, ഉമ്മ ആ പൊസിഷനിൽ തന്നെയാണ്, സുജൂദിന്റെ പൊസിഷനിലാണ്. അങ്ങനെ ഉമ്മ പറഞ്ഞു, മോനെ ഐസിയുന്നൊക്കെ എന്നെ ഡിസ്ചാർജിനെ കൊണ്ടുപോയിക്കും, ഇന്ന് വീട്ടിലേക്ക് ആക്കിത്താ മോനെ. ഉമ്മയുടെ ഖിയാമും റുകൂഉം സുജൂദൊക്കെ സുജൂദാണ്. അങ്ങനെയാണ്. അങ്ങനെ ഉമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. പാതിരാത്രി 3 മണി സമയത്ത് മോനെ വിളിക്കുകയാണ്, മോനെ. അപ്പൊ ഓടിച്ചൊന്ന് ഉമ്മക്ക് എന്തെങ്കിലും പറ്റിയോ? ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ മോനോട് യാത്ര ചോദിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മ ഷഹാദത്ത് ചൊല്ലിയിട്ട് സുജൂദിൽ കിടന്ന് മരിക്കുകയാണ്. ആ ഉമ്മയെ കുളിപ്പിച്ചത് സുജൂദ് കിടക്കുന്ന അവസ്ഥയിലാണ്. ആ ഉമ്മയ്ക്ക് കഫൻ ചെയ്തത് അങ്ങനെയാണ്. ആ ഉമ്മയുടെ ഖബർ വീതിയിലാണ് കുളിച്ചതെന്ന്. കാരണം സുജൂദ് കിടക്കുന്ന രീതിയിൽ ചരിച്ചു കിടക്കാൻ വേണ്ടി. അപ്പൊ ഒരു ആഗ്രഹം വന്നു, അങ്ങനെ ഒരുപാട് നിസ്കരിക്കണം. അല്ലാഹു അതിനൊരു അവസരം കൊടുത്തു. നമ്മൾ എന്താ ഇഷ്ടപ്പെടുന്നത് ആ അവസ്ഥയിലാണ്. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് നോമ്പുകാരെ. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ചെവിയിൽ മ്യൂസിക് വെച്ചിട്ടായിരിക്കും മരിക്കുക. നമുക്ക് എന്ത് വിഷയം നമുക്ക് ഇഷ്ടമാണോ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അല്ലാഹു നീക്കി കൊണ്ടുവരുന്ന. നിങ്ങൾക്ക് തിന്മയാണ് ഇഷ്ടമെങ്കിൽ ആ തിന്മയുടെ വഴി അല്ലാഹു എളുപ്പാക്കി തരും. എപ്പോഴും സിനിമ ഇത് കണ്ടിരിക്കുക, എന്നാ പിന്നെ അങ്ങനെ സിനിമ കണ്ട് കടന്ന കടത്തത്തിലായിരിക്കും മരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ കാണുന്ന ഇടയിൽ അങ്ങനെ ഒരു അറ്റാക്ക് വരിക. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് യാത്ര പോകുന്ന സമയത്ത് ദമാമിൽ നിന്നൊരു മയ്യത്ത് കൂടെയുണ്ട്. നമ്മുടെ പേരാമ്പ്ര ഭാഗത്ത് കയ്യാനി അങ്ങനെ സ്ഥലമുണ്ട്. അവിടെ ഒരു അജ്മൽ എന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. കായന്ന അങ്ങനെ പേരാമ്പ്രയില് കായന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഒരു ബാഡ്മിന്റൺ കളിക്കുകയാണ് ടൂറിസ്റ്റിന് ശേഷം. ആ സമയത്താണ് അജ്മൽ, 33 വയസ്സാണ്, കുട്ടിയുണ്ട്, ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ താഴെ വീട് മരിച്ചു. അവിടെ തന്നെ അവര് ശ്വാസമൊക്കെ തിങ്ങിപ്പോയി. പെട്ടെന്ന് 5 മുമ്പ് ചെയ്തിരുന്നു പറഞ്ഞു. ഏതായിരുന്നല്ല സഹോദരൻ അതിനിടയിൽ മരിക്കുകയാണ്. അള്ളാഹു എപ്പോഴാണ് ഈ മരണം കൊണ്ടുവരാൻ അറിയില്ലല്ലോ. നല്ല പ്രവർത്തകനായിരുന്നു. പക്ഷേ അള്ളാഹു മരണം വിധിച്ചു. യൗവനത്തിലെ പോവാണ്. ആ മയ്യത്തുമായിട്ടാണ് കുടുംബം കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത്. മയ്യത്ത് താഴെയുണ്ട്, ലഗേജിന്റെ കൂട്ടത്തിലുണ്ട്, മയ്യത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി. അവരൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ നാമം പറയണം, ആ അജ്മൽ എന്ന സുഹൃത്തിന് അള്ളാഹുവിനെ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ. ആ ഭാര്യ കുടുംബത്തിന് നീ ക്ഷമിക്കാനുള്ള നല്ല ഒരു മനസ്സ് കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അപ്പൊ നമ്മള് ഏതവസ്ഥയിൽ മരിക്കണം അള്ളാഹുവിനോട് ചോദിക്കുക. ഹലാലായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ മരിക്കുക. അപ്പൊ ചെറുപ്പക്കാരന്റെ ഹറാമായ അവസ്ഥ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. വലാ നുസക്കി അലല്ലാഹി അഹദ. പക്ഷേ കള്ളുടിച്ചിട്ടോ തിന്മ ചെയ്തിട്ടൊന്നല്ലല്ലോ. ഒരു കൂട്ടുകാർ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി വാശിയില് അന്ന് ഭക്ഷണം കഴിച്ച ഉടനെയാണ് കളിക്കാൻ ഇറങ്ങിയത്. ഇച്ചിരി ഹാർട്ടിന് പ്രയാസം തോന്നിയിരുന്നു മുമ്പ്. അങ്ങനെ
അള്ളാഹു താൻ അങ്ങനെ മരണം വിധിച്ചു. അള്ളാഹു അങ്ങനെ വയറ്റി ഇറങ്ങിച്ചെല്ലുമ്പോ ഒരു സുഹൃത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങളുടെ ഒരു സുഹൃത്ത് മയ്യത്ത് കൂടെണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പേരാമ്പ്രയിലെ കായന്നയിലെ അജ്മലാണോ? അല്ല, വേറൊരാളുടെ എന്റെ സുഹൃത്ത്, ഞങ്ങൾ സൗദിയിൽ നിന്ന് വരുന്നത്. സുബ്ഹാനല്ലാഹ്, രണ്ട് ചെറുപ്പക്കാരുടെ മയ്യത്ത് കൂടെ. നമ്മളൊക്കെ എങ്ങനെയാ പോവാന്ന് അല്ലാഹു ആലം. നമ്മൾ ആ രംഗത്തെ കുറിച്ച് ആലോചിച്ച ദുനിയാവിൽ കുറെ കുശുമ്പും കുറെ അസൂയയും ആളെ പറ്റിക്കലും ഇതൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രംഗം നമുക്ക് വരാൻ പോവാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം. അള്ളാഹു നമുക്ക് ആ നേരെ നന്നാക്കി തരട്ടെ. ഇബ്രാഹിം ഇബ്നു ഹാനി റളിയല്ലാഹു തആല ആ അവസ്ഥയിലാണ് മരിക്കുന്നത്. ഇനി പറഞ്ഞു സൗദിയിലെ ആ ഒരു ഉമ്മ സുജൂദിന്റെ അവസ്ഥയിലാണ് മരിക്കുന്നത്. നമുക്ക് എന്ത് ഇബാദത്ത് ഇഷ്ടമാണോ ആ അവസ്ഥയിൽ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു ആ നിലക്ക് മരിക്കാനുള്ള അവസരം തരും. അള്ളാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ലോക പ്രശസ്തയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ, അങ്ങനെയാണ് അറിയപ്പെടുക. മഹദിയും ഒരുപാട് നോമ്പെടുത്തിരുന്ന മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു തആല അൻഹ നോമ്പെടുത്ത സമയത്ത് അങ്ങനെ രോഗം വന്നപ്പോ മഹദിയുടെ ചുണ്ടുകൾ നനഞ്ഞു കണ്ടപ്പോ ആളുകൾ വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മഹദി പറയാൻ, നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃകയാണ് നഫീസ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ, റാബിഅത്തുൽ അദവിയ്യ, ഇവരൊക്കെ മഹത്തുക്കളാണ്. നഫീസ ബീവിയുടെ ഖബർ കിടക്കുന്നത് ഫലസ്തീനിലോ നമ്മളെവിടെ സിയാറത്ത് ചെയ്തത്? ഫലസ്തീനിലല്ലേ? റാബിഅ ബീവിയാണോ നഫീസത്തുൽ മിസ്രിയ? നഫീസത്തുൽ മിസ്രിയ ഫലസ്തീനിലാണ് അവരുടെ മഖാമുള്ളത്, അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് എന്റെ ഓർമ്മ. അതാണ് റാബിയ ബീവിയാണ്. ഒരു മഹദിയെ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. നോമ്പ് കാരിയായിട്ടാണ് മഹദി കിടക്കുന്നത്. മരണമാസന്നമായിരിക്കുകയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. നോമ്പ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, നോമ്പ് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നോമ്പുകാരെയൊക്കെ റയ്യാൻ എന്ന വാതിലിലൂടെയാണ് വിളിക്കുക. റയ്യാൻ എന്ന വാതിൽ നോമ്പുകാരൊക്കെ ഇതിലവാന്ന് പറയും. റയ്യാൻ എന്ന വാക്കിന്റെ അർത്ഥം ദാഹം തീർത്തവൻ എന്നാണ്. അപ്പോ ആ വാതിലൂടെ കടന്നു വരുന്നവർക്ക് നോമ്പുകാരെ ദാഹിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമ്മറിലെ നോമ്പാ. നമുക്ക് ഇനി കുറച്ചു കാലം, ഒരു 10 കൊല്ലൊക്കെ ഇനി ഈ ചൂടുകാലത്ത് തന്നെ ആയിരിക്കും നോമ്പുണ്ടാവുക. അപ്പൊ ചൂടുള്ള സമയമാണ്. പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂലി വലിയ കൂലിയും വലിയ പ്രതിഫലവുമായിരിക്കും. അത് നഷ്ടപ്പെടുത്തരുത്. ആ അവസ്ഥയിൽ ദാഹം സഹിച്ചവരല്ലേ ഇതിലെ വന്നോളൂ, അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്ന ആ വാതിലൂടെ കടന്നാൽ ഫലാ യദ്മഉ ബഅദഹാ അബദാ, പിന്നെ അവർക്ക് ദാഹം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരെ അതിലെ വിളിക്കും, നിസ്കാരക്കാരെ ദുഈ മിൻ ബാബി സ്വലാ, നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിലെ വിളിക്കും. ഓരോരുത്തരും ഇഷ്ടം ഉണ്ടാവില്ലേ? കാരണം എല്ലാ കാര്യം ചെയ്യാൻ ഒരു കാര്യം പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. ഏതെങ്കിലും ഒരു നന്മ ഇഷ്ടപ്പെടുന്നവര് എല്ലാവരും നിസ്കാരാണ്. അറബിനെ സ്വതക്ക കൊടുക്കുക, ചിലർക്ക് സ്വതക്ക കൊടുക്കൽ ഇഷ്ടമാണ്, സഹായിക്കൽ ഇഷ്ടമാണ്. അവരെ ബാബു സ്വതക്ക, ഒരുപാട് ദാനം ചെയ്തില്ലേ ഇതിലെ വരിന്നെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ അലാ മൻ ദുഇയ മിൻ കുല്ലിഹാ ബുദ്ദുൻയാ റസൂലല്ലാഹ്, നബിയെ ഒരു വാതിലിലൂടെ ഒരാളെ വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എളുപ്പമാണ്. ഇതിലെ വരിൻ, അതിന്റെ കാര്യം ചെന്നാൽ മതി. എന്നാൽ ഒരാളെ എല്ലാ വാതിലൂടെയും വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നബിയെ? എല്ലാ മലക്കളും പറയാൻ, നിസ്കാരം ഇഷ്ടപ്പെട്ട ആളല്ലേ ഇതിലവാ, നോമ്പ് ഇഷ്ടപ്പെട്ട ആളല്ലേ ഇതിലവാ, സക്കാത്ത് ജിഹാദ് ഇഷ്ടപ്പെട്ടവരല്ലേ ഇതിലവാ, ഖുർആൻ ഇഷ്ടപ്പെട്ടവരല്ലേ, ബാബുൽ ഖുർആൻ, ഇങ്ങനെ വിളിക്കുമ്പോ എല്ലാ വാതിലൂടെയും മലക്കൾ വിളിച്ചാൽ എന്താ ചെയ്യ നബിയെ? ഒരാളെ ഒരു വാതിൽ വിളിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ എല്ലാ വാതിലൂടെയും ഒരാളെ വിളിക്കപ്പെടുമോ? അങ്ങനെ വിളിക്കപ്പെടുമ്പോ എന്തായിരിക്കും ചെയ്യാ നബിയെ എന്ന് ചോദിച്ചപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, സിദ്ദീഖ് എന്നവരെ വഅൻത മിൻഹും, നിങ്ങൾ അതിൽപ്പെട്ട ആളാണ്, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണല്ലോ, നിങ്ങൾ ഇതിലൂടെ ഒക്കെ വിളിക്കുന്നതാണ്. അന്ന് നിസ്കാരം കഴിഞ്ഞപ്പോ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മുത്തനബി തങ്ങൾ ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് ആരാ നോമ്പ് നോറ്റ് നേരം വിളിച്ചത്? ഇന്ന് ആരാ നോമ്പെടുത്തത്? ആരില്ല. അന യാ റസൂലല്ലാഹ്, ഞാനാ നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പായിരുന്നു. മൻ മിൻകും അത്അമ മിസ്കീനൻ, ഒരു പാവപ്പെട്ട ആൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു ദിവസം ആരംഭിക്കുന്ന മഗ്രിബ് മുതലാണ്. ഇന്നിപ്പോ ഏതാ ദിവസം? ഇപ്പൊ ശനിയാഴ്ചയല്ലേ? ശനിയാഴ്ച, ഇന്നിപ്പോ ഞായറാഴ്ചയാണ് ശരിക്കും. കാസർകോട്ടെ കണക്ക് പ്രകാരം ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാവാണിത്. ലക്ഷ്മൻ അങ്ങനെ പറയാം, വെള്ളിപ്പാടിയിലൊക്കെ അങ്ങനെയല്ലേ? ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി എന്നാ പറയാം. നമ്മൾ മലപ്പുറത്തൊന്നും അങ്ങനെ പറയില്ല. ശനിയാഴ്ച രാത്രിയാണ് ക്ലാസ്സുകൾ. ശനിയാഴ്ച അല്ലേ ശരിക്കും. ഈ രാത്രി നാളത്തെ പകലിന്റെ ബാക്കിയാണ്. നാളെ അസ്തമിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഞായറാഴ്ച ക്ലോസായി. അവർ രാത്രിയോടുകൂടെ ദിവസം ആരംഭിച്ചു. അപ്പൊ ആ മഗ്രിബിന്റെ ശേഷം ചെയ്ത അമലായിരിക്കും ഞങ്ങൾ ഒരു പക്ഷെ ചോദിക്കുന്നുണ്ടാകുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തോ?
ആരുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ. ഇന്ന് ആരെങ്കിലും ആദ മരീദൻ ഒരു രോഗിയെ സന്ദർശിച്ചോ? അന യാ റസൂലല്ലാഹ് ഞാനത് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വമൻ മിൻകും തബിഅ ജനാസതൻ ഒരു മയ്യിത്തിന്റെ കൂടെ ഖബറടക്കാൻ വേണ്ടി കൂടെ പോയിട്ടുണ്ടോ ആരെങ്കിലും? ആരുമില്ല. അന യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത് മാ ജമഅ അല്ലാഹു ഹാദിഹിൽ ഖിസാല ഫീ ശഖ്സിൻ ഇല്ലാ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഈ എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോമ്പെടുക്കുന്ന ശീലം, ദാനധർമ്മത്തിന്റെ ശീലം, രോഗികളെ പോയി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ജനാസയെ അനുഗമിക്കുന്നത്, ഇതൊക്കെ അവസരമുണ്ടെങ്കിൽ ഇതൊക്കെ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. നമ്മളെല്ലാവരും അവനാന്റെ കാര്യം അവനാന്റെ മൊബൈൽ നോക്കിയിട്ട് കളിച്ചിരിക്കുന്ന കാലാണ്. അപ്പുറത്ത് എന്താ നടക്കുന്നൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ചെറുപ്പക്കാരെ കൂട്ടമായിട്ട് മൊബൈലിൽ എങ്ങനെ കളിച്ചിരിക്കുക, ബസ് സ്റ്റോപ്പിലാണെങ്കിൽ എവിടെയാണെങ്കിലും അവനവന്റെ സ്വന്തം ലോകത്തായിരിക്കുന്നത്. ഒരു സ്ക്രീനാണ് ലോകം. ആ സ്ക്രീനിൽ കണ്ണ് എന്ന് പറഞ്ഞ് ഒരു നിഅമത്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിക്കുന്നത്. കാണുക, എപ്പോഴും വീഡിയോസ് അതെല്ലാം കാണുകയാണ് എന്തായാലും. അപ്പൊ അള്ളാഹുവിനോട് പലതരത്തിലുള്ള നിഅമത്തുകളും പലതരത്തിലുള്ള ഇബാദത്തുകളും ചെയ്യാൻ തൗഫീഖിന് വേണ്ടി ചോദിക്കും. അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ. നഫീസത്തുൽ മിസ്രിയ നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹാ മരണമാസന്നമായി നോമ്പുകാരിയായി കിടക്കാണ്. കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ മഹദി പറയാണ് വാ അജബാ, അത്ഭുതമേ, أنا منذ 30 سنة أسأل الله ربي أن ألقاه وأنا صائمة. 30 കൊല്ലമായി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ എന്നെ മരിപ്പിക്കുമ്പോൾ ഒരു നോമ്പുകാരിയായി മരിപ്പിച്ചു തരണമേ. 30 വർഷമായി ഞാൻ ചോദിക്കുന്നു അല്ലാഹുവിനോട്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നേരമാകുമ്പോ ഞാൻ ഈ നോമ്പ് മുറിക്കുകയാണോ വേണ്ടത്? ഞാനത് ചെയ്യൂല. ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലായിട്ടുണ്ട്. റബ്ബേ നോമ്പ് നോറ്റിട്ട് നിന്നെ കാണണം റഹ്മാനെ, അതിനെന്നെ സഹായിക്കണേ. ആ ഒരു അവസരം അല്ലാഹു തന്നിരിക്കാൻ. അതുകൊണ്ട് എത്ര ദാഹിച്ചു ഞാൻ തളർന്നിരിക്കാൻ, എനിക്ക് വെള്ളം വേണ്ട, ഞാൻ നോമ്പ് മുറിക്കൂല. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 12ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ ആയത്തോതിട്ടാ മരിക്കണത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. യാ അല്ലാഹ്, എന്തൊരു ഭാഗ്യാണല്ലേ. ഖുല്ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ് ഖുൽ ലില്ലാഹ് കതബ അലാ നഫ്സിഹി റഹ്മ. കഴിഞ്ഞു. പിന്നെ ശ്വാസം വിട്ടിട്ടില്ല, പിന്നെ മരിക്കുകയാണ് ഉണ്ടായത് നഫീസ റളിയല്ലാഹു അൻഹാ. ഫാദത്ത് റൂഹുഹാ ഇലാ ബാരിഹാ. പിന്നെ റൂഹ് പോവുകയാണ്. എന്താണ് ഓതി ആയത്തിന് അർത്ഥം എന്താണെന്നറിയോ? ഈ പ്രപഞ്ചം ഒന്നാകെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാണ്? ആരുടേതാണ് ഭൂമി? ആരുടേതാണ് ചന്ദ്രൻ? ആരാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഗോളങ്ങളെ താരസമൂഹങ്ങളെ നിയന്ത്രിക്കുന്നത്? പ്രപഞ്ചത്തിലുള്ള ഓരോ ആറ്റവും ആർക്ക് അവകാശപ്പെട്ടതാണ്? ആരാണതിന്റെ ഉടമസ്ഥൻ? പറഞ്ഞു കൊടുക്കൂ നബിയെ, ഇതൊക്കെ അള്ളാഹുവിന്റേതാണ്, റബ്ബിന്റേതാണ്. ആരും പട്ടയം ആധാരം കയ്യിൽ വെച്ചിട്ടും കാര്യമില്ല, ഇത് അള്ളാഹുവിന്റേതാണ്. അള്ളാഹു ഉണ്ടാക്കി വെച്ചതാണ്. അള്ളാഹു തന്റെ നഫ്സിന്റെ ദാത്തിന് കരുണ നിർബന്ധമാക്കി വെച്ചവനാണ് അള്ളാഹു. ഈ അധികാരമൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ ഒരു അധികാരം ഒരു മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാൽ അഹങ്കാരം വരും. പവർ ഉപയോഗിച്ച് ശത്രുക്കൾ അടിച്ചമർത്തും, ഇങ്ങനെയൊക്കെ ചെയ്യും. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു റഹ്മത്ത് സ്വന്തം നഫ്സിന് നിർബന്ധമാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹു കാരുണ്യവാനാണ്. ഇതങ്ങ് പറഞ്ഞു വഫാത്തായി നോമ്പുകാരിയായി മഹാനായ നഫീസ റളിയല്ലാഹു അൻഹാ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്കെ സമയം ഇപ്പൊ 11 മണിക്ക് 5 മിനിറ്റാണ്. നമ്മൾ തുടങ്ങിയത് ഏകദേശം 10 മണിക്കാണ്. നിർത്താനായിക്കണോ? അല്ല, കീപ് ഗോയിങ്. തിരക്കുള്ളവർ പോയിക്കോളി ഇൻഷാ അല്ലാഹ്. എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഡ്യൂട്ടി ഉണ്ട്. ആ വേദാല തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മളിപ്പോ ഈ രാഹുലൻ റമളാനൊക്കെ പറഞ്ഞ് വലിയ ബാനറൊക്കെ അടിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടം തോന്നൂലേ? അപ്പൊ എന്ത് ചെയ്യാ, കുറച്ചു നേരം കൂടെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യം പറയാൻ നമുക്ക് ആവുന്നിടത്തോളം ഒരു 1/2 മണിക്കൂറും കൂടെ പ്രശ്നമാവോ?
സ്കൂൾ പോണ കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഇൻഷാ അല്ലാഹ് തിരക്കിലൊക്കെ പോയിക്കോളി. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ അങ്ങനെയാണ് സംഗതി. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു.